ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈം ഒക്കെയാണ്. ഈവനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്, അതായത് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു സംഭവമാണ്. എന്താണ് ഈവനിങ് സ്നാക്ക്? അതായത് നമ്മളൊരു ചായയും ഒരു സ്നാക്കും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ അത് ഒരു 4 മണി ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ആ ഒരു ടൈമിനൊക്കെ ഉള്ളിൽ നമുക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്നത് ഈ പാക്ഡ് ഐറ്റംസും അതേപോലെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ സാധാരണ ഈ സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം കുഞ്ഞിപ്പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. നമുക്കറിയാം നമ്മളുടെ ബോഡിക്ക് ഇത് വലിയ ഹെൽത്തി ഒന്നും അല്ല, എങ്കിലും നമ്മളിതൊക്കെ കഴിക്കും. പക്ഷെ പണ്ടെന്ന് പറയുന്നത് നല്ല അതായത് നമ്മുടെ ബോഡിക്ക് നല്ല ഹെൽത്തി, അതായത് ഒരു കുഴപ്പമില്ലാത്ത ഫുഡ്സൊക്കെയാണ് നമ്മൾ പണ്ടുണ്ടാക്കി കഴിച്ചിരുന്നത്. അതായത് എന്താണ് ഇലയട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ പണ്ടുള്ള ആൾക്കാരൊക്കെ കഴിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ഇലയടയാണ്. അതെന്ന് വെച്ചാൽ സാധാരണ പോലെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ പണ്ടത്തെ അമ്മമാരെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയായിരുന്നു എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഇലയട, പിന്നെ അതേപോലെ ഉപ്പുമാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പണ്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള അമ്മമാർക്കൊക്കെ അതായത് ഇങ്ങനെ അരി ഫസ്റ്റ് പൊടിക്കണം, അത് കഴിഞ്ഞ് വറുക്കണം, പിന്നെ അത് വെള്ളത്തിലിട്ട് കുഴയ്ക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഇലയിലിട്ട് പരത്തണം. ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സി ഒക്കെയാണ്, അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും തന്നെ ആർക്കും അത് കുറേ നമ്മളുടെ സമയം പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ആർക്കും അത് വലിയൊരു ഇതില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസ്, ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് എല്ലാവരും വാങ്ങിച്ച് കഴിക്കുന്നത്. അരി പൊടിക്കാതെ പൊടി വറുക്കാതെ ചൂടുവെള്ളത്തിലിട്ട് കുഴയ്ക്കാതെ അട ഉണ്ടാക്കാൻ പറ്റിയ അത് അടിപൊളിയല്ലേ? അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ നിങ്ങൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ, അതും സൂപ്പർ സോഫ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത്. ഇത് 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. ഇവിടെ ഇപ്പം 2 ഗ്ലാസ്, അതായത് ചെറിയ ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം എത്ര പേർക്ക് ഉണ്ടാക്കണം അതനുസരിച്ച് നമുക്ക് കൂട്ടി എടുക്കാവുന്നതാണ്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇഡലി മാവ് അരയ്ക്കുമ്പോഴുള്ള ഒരു കൺസിസ്റ്റൻസി ഇല്ല, നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി, അങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. പക്ഷേ ഈ ഇഡലി മാവൊക്കെ അരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു തരി പോലെയൊക്കെയല്ലേ കിടക്കുന്നത്, അത് പാടില്ല. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാൽ ആ ഒരു തിക്നെസ്, അതായത് ലൂസായി പോകാനും പാടില്ല. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടയുടെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്സ് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കി കാണിക്കാണ്ടിരുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ശർക്കരയും തേങ്ങയും ചുക്കും ജീരകവും ഏലക്കയൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഫില്ലിംഗ് ഇല്ലേ, അത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു അട ഉണ്ടാക്കാൻ എടുക്കുന്ന ഇല എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് നമ്മൾ ഈ ഒരു മാവെടുത്ത് അതിൻ്റെ സെൻറ്ററിലോട്ട് ഒഴിച്ച് നമ്മൾ സാധാരണ തവി കൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ ദോശ ഉണ്ടാക്കത്തില്ല, അതേപോലെ ഇങ്ങനെ കറക്കി വെച്ചാൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സും കൂടി ആഡ് ചെയ്തിട്ട് അത് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് മടക്കണം. അത് മടക്കുമ്പോഴത്തേക്കും ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ മടക്കിയിട്ട് ഇതേപോലെ മടക്കുക. എന്നിട്ട് ഈ 2 സൈഡും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. 2 സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്ന പോലെ ഒരു മടക്കും കൂടി ഇങ്ങനെ വെക്കുക. അത് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. 2 സൈഡും ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ മടക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഇഡലി പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലോ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതെന്തോ ഇതിനകത്ത് വേലി കെട്ടി വെച്ചേക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുമായിരിക്കും. വേലിയൊന്നും അല്ല കെട്ടി വെച്ചേക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഈ വാഴയുടെ തണ്ടില്ലേ, അതാണ് വെച്ചേക്കുന്നത്. ഇത് എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സാധാരണ ഈ അടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അടിങ്ങിയിരിക്കുന്ന ഏരിയാസിലൊന്നും തന്നെ ഇങ്ങനെ വേവാണ്ടിരിക്കും, ചില വശങ്ങളൊന്നും വേവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കനം കുറച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ അട. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും നിങ്ങളെ മാങ്ങയൊക്കെ തിന്ന് കൊതിപ്പിച്ചു, പിന്നെ എനിക്കതൊരു സങ്കടമായിപ്പോയി കേട്ടോ അങ്ങനെയൊക്കെ. അപ്പം ഇത് നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് നല്ലപോലെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നിങ്ങളൊന്നും കൂടി ഇത് കണ്ടോ. അപ്പം ഞാനിതൊന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ. നല്ല സോഫ്റ്റ്, അതെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെന്താ
അടിപൊളി. പിന്നെ അത് ഈ ഒരു നല്ല മധുരം ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ കഴിച്ചു നോക്കാം. അപ്പോൾ ഈ ആൻറ്റിമാരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ അടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും സോഫ്റ്റ് ആവാണ്ടൊക്കെ വരും. അപ്പോൾ ഇതങ്ങനെയല്ല, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. നല്ല മധുരവും അതേപോലെ നല്ല സോഫ്റ്റാണ്. അടിപൊളി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എനിക്കിതിൻ്റെ മധുരമൊക്കെ ചേർത്ത് വായിൽ ഇങ്ങനെ നൈഗ്ര വാട്ടർഫോൾസ് പോലെയാണ് വെള്ളമൊക്കെ വരുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അതായത് ഇത് അത്ര അടിപൊളിയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ പറയാം. എന്നിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് അത്രയ്ക്കും അടിപൊളിയാണ്. നിങ്ങൾ അവരും ഉണ്ടാക്കി നോക്കട്ടെ അല്ലേ? അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു സൂപ്പർ ഡ്യൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ആൻഡ് ടേക്ക് കെയർ.